Good morning. Welcome to today's English class. So in the last class, we discussed about a very important grammatical item that is not only but also. നോട്ട് ഓൺലി ബട്ട് ഓൾസോ എങ്ങനെയാണ് രണ്ട് സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിച്ച് ഒറ്റ സെൻറ്റൻസ് ആക്കുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി അതിൻ്റെ ആക്ടിവിറ്റികളിലേക്ക് പോവാം. ഇനി അതിൻ്റെ ഹോംവർക്കൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. Now today in this class I am going to deal with activity number 8. എട്ടാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. In the following passage, some words are wrongly used. Underline the wrong words and rewrite the passage using appropriate words. താഴെ ഒരു പാസേജ് തന്നിരിക്കുന്നു. അതിൽ ചില വാക്കുകൾ, അപ്പോൾ അതിനൊരു ഹിന്റ് ഞാൻ തരാം. അതിലെ റിലേറ്റീവ് പ്രോനൗൺസ് തെറ്റായ രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ പാരഗ്രാഫ് വായിച്ച് അതിലേത് റിലേറ്റീവ് പ്രോനൗൺ ആണ് തെറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അവിടെ കറക്റ്റ് റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്താൽ ആ പാരഗ്രാഫ് കറക്റ്ററായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, വീഡിയോ പോസ് ചെയ്യാം, അതിനുശേഷം ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കൂ ആൻഡ് അണ്ടർലൈൻ ദ റിലേറ്റീവ് പ്രോനൗൺസ് ദാറ്റ് യു ഫൗണ്ട് ആഫ്റ്റർ റീഡിങ്. വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിൽ കണ്ടുപിടിച്ച റിലേറ്റീവ് പ്രോനൗൺസിൻ്റെ അടിയിലൊന്ന് വരച്ചു വെക്കാം. അതിനുശേഷം അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കിയിട്ട് കൃത്യമായത് ഏതാണ് വരിക എന്ന് ചിന്തിച്ച് നോക്കുക, പെൻസിൽ കൊണ്ടൊന്ന് എഴുതി നോക്കുക. അതിനുശേഷം വീഡിയോ വീണ്ടും റെസ്യൂം ചെയ്തതിന് ശേഷം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആർ യു റെഡി? ഓക്കെ. The person which made me a real impression on me was my best friend. ആ സെന്റൻസിൽ റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടല്ലോ. യെസ്, വിച്ച് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അവിടെ വിച്ച് ആണ് ഉപയോഗിക്കുക. ദ പേഴ്സൺ വിച്ച് മേഡ് മീ എ റിയൽ ഇംപ്രഷൻ ഓൺ മീ, എൻ്റെ മേൽ കടുത്ത സ്വാധീനം ചെലുത്താൻ സാധിച്ച ആ വ്യക്തി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവിടെ ഒരു വ്യക്തിയെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. ഒരു വ്യക്തിക്ക് പകരമാണ് നമ്മളവിടെ റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വിച്ച് ആണോ നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചിട്ടുള്ളത്? അല്ല. ഏത് റിലേറ്റീവ് പ്രോനൗൺ ആണ്? യെസ്, ഹൂ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലേ. അവിടെ ഹൂ എന്ന് നിങ്ങൾക്ക് എഴുതാം. The person who made a real impression on me was my best friend. I really like Shaji because he always helped me which things went wrong. എപ്പോഴാണോ കാര്യങ്ങൾ കൈവിട്ടു പോയത് അപ്പോഴെല്ലാം എൻ്റെ കൂട്ടുകാരനായ ഷാജി എന്നെ സഹായിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെയാണോ എന്നർത്ഥം വരണമെങ്കിൽ എപ്പോൾ എന്നർത്ഥം വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടല്ലോ, റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പ്രധാനമായും 3 എണ്ണമാണ് പഠിച്ചതെങ്കിലും ഇനിയും ഒരുപാട് റിലേറ്റീവ് പ്രോനൗൺ ഉണ്ട് എന്ന് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിലൊന്നാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വെൻ. എപ്പോൾ എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. when things went wrong. He is like a strong wall to lean on where I have problems. അവിടെയും എപ്പോഴൊക്കെയാണോ എനിക്ക് പ്രോബ്ലംസ് ഉള്ളത്. യെസ്, when I have problems at home or at school. Shaji has dark hair and a beautiful smile who I can recognize from a distance. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞിരിക്കുന്നു. ആരാണോ ഇത്തരം പ്രത്യേകതയുള്ളത് അദ്ദേഹത്തിനെ എനിക്ക് ദൂരെ നിന്നും തിരിച്ചറിയാൻ സാധിക്കും. അവിടെ ഹൂ അല്ല, ഹൂവിന്റെ മറ്റു രൂപമായിട്ടുള്ള ഹൂം ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. സോ അവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോനൗൺ ഹൂം ആണ്. അപ്പോൾ ആ ആക്ടിവിറ്റി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. യൂസേജ് ഓഫ് ഐദർ ഓർ. നമുക്ക് ടെക്സ്റ്റൽ ആക്ടിവിറ്റിക്ക് മുന്നായിട്ട് നമുക്ക് ജനറലി ടെക്സ്റ്റൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് എക്സാമ്പിൾസ് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റികളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പരിചയപ്പെട്ടതിന് ശേഷം ടെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ. സോ ഐദർ ഓർ ഇതും ഒരു കൺജങ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കൺജങ്ഷൻ എന്നാണ് നമ്മൾ മുമ്പേ പറഞ്ഞതാണ് അല്ലേ. രണ്ട് സെന്റൻസുകളെ കൂട്ടി യോജിപ്പിച്ച് ഒരു സെന്റൻസ് ആയി ഉപയോഗിക്കാൻ സാധിക്കുന്ന ആൾക്കാരാണ്, അതിനെ നമ്മളെ സഹായിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു കോറിലേറ്റഡ് കൺജങ്ഷൻ കൂടിയാണ്. അതായത് ഇതിന് നടക്ക് നമ്മൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോയും അതുപോലെയായിരുന്നു. അതായത് രണ്ട് ഡിഫറെൻറ്റ് വാക്കുകളായിട്ട് നിൽക്കുന്നതെങ്കിലും ഈ രണ്ടെണ്ണവും ഒരു സെൻറ്റൻസിൽ തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പോൾ ഐദർ ഓറിൻ്റെ അർത്ഥം എന്താണ്? മലയാളത്തിൽ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ അത്. നമുക്കൊരു ചോയ്സ് മുന്നിലുണ്ട് എന്ന് വിചാരിക്കാം. ഒന്നില്ലെങ്കിൽ അത്, അല്ലെങ്കിൽ ഇത്. അങ്ങനെ ഒരു ചോയ്സ് പറയുന്നതിന് വേണ്ടി അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഗ്രാമാറ്റിക്കൽ ഐറ്റമാണ് ഐദർ ഓർ. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് സെന്റൻസുകളെ കൂട്ടി യോജിപ്പിക്കാൻ നമുക്ക് നോക്കാം. ഇതിലും നമ്മൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ പഠിപ്പിച്ചതുപോലെ സബ്ജക്റ്റ് ഒരുപോലെയുള്ളത്, സബ്ജക്റ്റ് വ്യത്യാസമാവുമ്പോൾ എന്നൊക്കെ നിയമങ്ങളുണ്ട്. അത് രണ്ടും രണ്ട് റൂൾസാണ്.
പക്ഷേ നമുക്ക് 7ാം ക്ലാസ്സിൽ സബ്ജക്റ്റുകൾ സെയിം ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് ഇപ്പോൾ പഠിക്കാനായിട്ടുള്ളൂ. അതുകൊണ്ട് അത് മാത്രമേ ടീച്ചർ ഡീൽ ചെയ്യുന്നുള്ളൂ. സബ്ജക്റ്റുകൾ ഡിഫറെൻ്റ് ആകുമ്പോഴുള്ള നിയമങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ സബ്ജക്റ്റുകൾ ഒരുപോലെ 2 സെൻറ്റൻസുകൾ തന്നിരിക്കുന്നു, അതിൽ രണ്ടിലെയും സബ്ജക്റ്റുകൾ ഒരുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഐദർ ഓർ വെച്ച് നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ shall we go to the examples? Okay. Read the first sentence. He will buy a car or else he will deposit the money in a bank. അദ്ദേഹം ഒന്നില്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കും, അല്ലെങ്കിൽ പൈസ ബാങ്കിൽ നിക്ഷേപിക്കും. അവിടെ ഒരു ചോയ്സ് ഉണ്ട് അല്ലേ? ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും. ആ അർത്ഥത്തിൽ ഈ സെന്റൻസിനെ മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് ഐദർ ഓർ. ഇനി എവിടെയാണ് ഇത് വെക്കുക എന്നുള്ളതാണ്. സബ്ജക്റ്റ് സെയിം ആണെങ്കിൽ, രണ്ടിലെയും സബ്ജക്റ്റ് സെയിം ആണെങ്കിൽ മിക്കവാറും അതിൽ ഓക്സിലറി വെർബും സെയിം തന്നെയായിരിക്കും. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ ഈ ഹെൽപ്പിംഗ് വെർബ്. ഇവിടെ ഹി ആണ് സബ്ജക്റ്റ്, വില്ലാണ് ഓക്സിലറി വെർബ്, അതിന്റെ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. ഇവിടെയും അതേ ഓക്സിലറി വെർബും അതേ സബ്ജക്റ്റും തന്നെയാണ് ഉള്ളത്. അത് കോമൺ ആയിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ നമുക്കതിനെ ഒന്നിച്ച് പുറത്തേക്ക് എടുക്കാം. ഹി വിൽ. അപ്പോൾ 2 എണ്ണം ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് ഒരു സെന്റൻസ് ആക്കി മാറ്റുമ്പോൾ നമ്മൾ ഒരു തവണ യൂസ് ചെയ്താൽ മതിയാവും പോരെ. അപ്പൊ നമ്മൾ അതിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, ഹി വിൽ. ഇനി വ്യത്യാസം എവിടെയാണ്? ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. ഒന്നില്ലെങ്കിൽ കാർ വാങ്ങിക്കും, അല്ലെങ്കിൽ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ അവിടെ ഐദർ വെക്കുന്നു. ഹി വിൽ ഐദർ ബൈ എ കാർ. ഇനി ഈ ഓറൽസ് എന്നുള്ളതും ഓർ എന്ന സെയിം അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഓറൽസ് എന്നുള്ളത് മാറ്റി ഓർ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ഓർ പിന്നെ വീണ്ടും ഹി വിൽ വെക്കണോ? വേണ്ട. ഓർ ഡെപ്പോസിറ്റ് ദ മണി ഇൻ എ ബാങ്ക്. അപ്പൊ എങ്ങനെ വന്നു നമ്മുടെ സെന്റൻസ്? ഹി വിൽ ഐദർ ബൈ എ കാർ ഓർ ഡെപ്പോസിറ്റ് ദ മണി ഇൻ എ ബാങ്ക്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു എക്സാമ്പിളിലേക്ക് പോവാം. ഹി മസ്റ്റ് സിറ്റ് ഇൻ ദ ഓഫീസ്, ഹി മസ്റ്റ് ഗോ ടു ദ മീറ്റിംഗ്. അദ്ദേഹം ഓഫീസിലിരിക്കണം, അദ്ദേഹം മീറ്റിങ്ങിനും പോകണം. അദ്ദേഹത്തിന് ഒന്നില്ലെങ്കിൽ ഓഫീസിലിരിക്കാം, അല്ലെങ്കിൽ മീറ്റിങ്ങിന് പോകാം എന്ന അർത്ഥത്തിലേക്ക് നമ്മൾ ഈ 2 സെന്റൻസുകളെ മാറ്റി എഴുതാൻ പോവാണ്. അപ്പൊ നമ്മൾ എങ്ങനെ വെക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടിലും സബ്ജക്റ്റ് സെയിം ആണെങ്കിൽ സബ്ജക്റ്റിനെ കോമൺ ആയിട്ട് എടുക്കുന്നു. അതിനെ സഹായിക്കുന്ന വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ്, വെർബോ ഓക്സിലറി വെർബോ ഏതെങ്കിലും ഒന്ന് അതിന്റെ കൂടെ കാണുമല്ലോ. അപ്പോൾ അതും കോമൺ ആയിട്ടാണെങ്കിൽ അത് രണ്ടിനെയും ഒരുമിച്ച് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കുന്നു. അതിനുശേഷം ഐദർ ഉപയോഗിക്കുന്നു. സബ്ജക്റ്റിനും ഓക്സിലറി വെർബിനും ശേഷം നമ്മൾ ഐദർ വെക്കുന്നു. അതിനുശേഷം ഫസ്റ്റ് സെന്റൻസിലെ ബാക്കിയുള്ള ഭാഗം വെക്കുന്നു. അതിനുശേഷം ഓർ വെക്കുന്നു. പിന്നീട് രണ്ടാമത്തെ സെന്റൻസിലെ ബാക്കിയുള്ള ഭാഗം കൂടി കൂട്ടിച്ചേർക്കുന്നു. ഇതാണ് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തത് അല്ലെ? അപ്പോ ഇവിടെ ഹി മസ്റ്റ് ആണ്, ഇവിടെയും ഹി മസ്റ്റ് ആണ്. അപ്പൊ രണ്ടിനെയും നമുക്ക് ഒരുമിച്ച് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തോളൂ. ഇത് സബ്ജക്റ്റ്, ഇത് ഓക്സിലറി വെർബ് അല്ലെ? അപ്പൊ നമ്മൾ ഒന്നിച്ച് പുറത്തേക്ക് എടുത്തു, ഹി മസ്റ്റ്. ഇത് കഴിഞ്ഞ ഉടനെ എന്ത് വെക്കണം? ഐദർ വെക്കണം. ഐദർ. ഈ ഒന്നാമത്തെ സെന്റൻസിന്റെ ബാക്കി ഭാഗം സിറ്റ് ഇൻ ദ ഓഫീസ്. അപ്പൊ ഹി മസ്റ്റ് ഐദർ സിറ്റ് ഇൻ ദ ഓഫീസ്. അത് കഴിഞ്ഞാൽ ഉടനെ ഓർ വെക്കണം അല്ലെ? ഓർ വീണ്ടും ഹി മസ്റ്റ് വെക്കണം? വേണ്ട. ഗോ ടു ദ മീറ്റിംഗ്. അപ്പൊ എങ്ങനെ വന്നു? ഹി മസ്റ്റ് ഐദർ സിറ്റ് ഇൻ ദ ഓഫീസ് ഓർ ഗോ ടു ദ മീറ്റിംഗ്. മനസ്സിലായോ? ശരി, അടുത്തത് നോക്കാം. അടുത്തതിലും ഇവിടെ യു മേ ഹാവ് എ പൈനാപ്പിൾ, യു മേ ഹാവ് എ ലെമൺ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പൈനാപ്പിൾ കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെമൺ നിങ്ങൾക്ക് കഴിക്കാം അല്ലെ? ഒന്നില്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ അത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മാറ്റാൻ പോവാണ്. ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് യു മേ ഹാവ്. വെർബും സെയിം ആണ്. ഓക്സിലറി വെർബ് കഴിഞ്ഞ് വരുന്ന വെർബും സെയിം തന്നെയാണ്. രണ്ടിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒന്നിച്ച് ഒരു തവണയായിട്ട് പുറത്തേക്ക് എടുക്കാം. കോമൺ ആയിട്ട് വരുന്നതിനെ നമ്മൾ ആദ്യം പുറത്തേക്ക് എടുക്കില്ലേ? അപ്പൊ രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ പിന്നീട് യൂസ് ചെയ്യോ? ഇല്ല. അപ്പൊ എങ്ങനെ വരും? യു മേ ഹാവ്. ഇനി എന്ത് വെക്കണം? ഐദർ. യു മേ ഹാവ് ഐദർ എ പൈനാപ്പിൾ ഓർ എ ലെമൺ. മനസ്സിലായോ? അപ്പോ ഇങ്ങനെയാണ് നമ്മൾ 2 സെന്റൻസുകൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ ഐദർ ഓർ വെച്ച് കമ്പൈൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ്.
അപ്പോൾ ടീച്ചർ ഇപ്പോൾ പറഞ്ഞു, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത എല്ലാ സെൻറ്റൻസുകളിലെയും സബ്ജക്റ്റുകൾ സെയിം ആയിട്ടുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് നമുക്ക് നമ്മുടെ 7ാം ക്ലാസ്സിലെ ഈ പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ അത് മാത്രം ചർച്ച ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ 9th ആക്ടിവിറ്റിയിലേക്ക് പോകാം. സോ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. Look at the first sentence from the passage, the story of messages. Nowadays, when we have to communicate, we either email the person or send an SMS. അവിടെ സെന്റൻസ് കണ്ടോ? നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇമെയിൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ SMS അയക്കും. അതിനോട് ഉപയോഗം ഒന്നില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി താഴെ ഒരു പാസേജ് തന്നിരിക്കുന്നു, നമുക്കത് വായിക്കാം. We know that the internet is quite common today, but it can be either a blessing or a curse. ഇന്റർനെറ്റ് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇറ്റ് ക്യാൻ ബി ഐദർ എ ബ്ലെസ്സിങ് ഓർ എ കേഴ്സ്. ഒന്നില്ലെങ്കിൽ അതൊരു അനുഗ്രഹമാവും, അല്ലെങ്കിൽ നമുക്കതൊരു ശാപമായിട്ട് തീരാം. ഒന്നില്ലെങ്കിൽ അത്, അല്ലെങ്കിൽ ഇത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വി യൂസ് ഇറ്റ്. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അത്. വെൻ വി ബ്രൗസ് വി മേ ഫൈൻഡ് എ ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരാറുണ്ട്. They may be either useful or abusive. ഒന്നില്ലെങ്കിൽ നമുക്കത് ഉപകാരപ്രദമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപകാരമില്ലാത്ത ചീത്തയായ കാര്യങ്ങളായിരിക്കും. Either restrict the use of the internet or stop going online. ഒന്നില്ലെങ്കിൽ വളരെ പരിമിതമായ രീതിയിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ഇന്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കാം. And continue using the other sources of information. We must be discreet in our action. അപ്പോൾ ആ ഒരു പാരഗ്രാഫിൽ നമുക്ക് ഐദർ ഓറിൻ്റെ ഒരുപാട് എക്സാമ്പിളുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് വരയ്ക്കുക. അതിൻ്റെ യൂസേജ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവിടെ ബോക്സിൽ എഴുതിയിട്ടുണ്ട്, ഐദർ ഓർ ഈസ് യൂസ് ടു കമ്പൈൻ 2 parts of a sentence or 2 sentences. നേരത്തെ പറഞ്ഞ പോലെ കൺജങ്ഷൻ ആണ്. ഒരു സെന്റൻസിലെ 2 ഭാഗങ്ങളെയോ അല്ലെങ്കിൽ 2 സെന്റൻസുകളെയോ തന്നെയോ കൂട്ടി യോജിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കൺജങ്ഷൻ ആണ് ഐദർ ഓർ. ഐദർ ഓറിന്റെ പ്രത്യേകത അതിലൊരു ചോയ്സസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. Now examine the use of either or in the sentences. What do you notice? Discuss, write your ideas here. ഇപ്പോൾ നമ്മൾ അതായത് മൈ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് നമ്മൾ ഐദർ ഓറിന്റെ ജോയിൻ ചെയ്തപ്പോൾ നമ്മൾ കണ്ടത് എന്നാണ് പറഞ്ഞത്. സബ്ജക്റ്റ് കോമൺ ആണ് അവിടെ കണ്ടത്. അപ്പോൾ ഒരു തവണയെ സബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ. അതേമാതിരി 2 ചോയ്സസിനെ കാണിക്കാനാണ് ഐദർ ഓർ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതാണ് മൈ ഫൈൻഡിങ്സിൽ എഴുതേണ്ടത്. ഇനി നമുക്ക് അവിടെ ഒരു പ്രോബ്ലം സൊല്യൂഷൻ 2 ബോക്സസ് നിങ്ങൾക്ക് കാണാം. Here are few problems. Suggest 2 solutions. Use either or. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, അവിടെ ഒരു പ്രോബ്ലം തന്നിരിക്കുന്നു, അതിന് നിങ്ങൾ ഒരു സൊല്യൂഷനും എഴുതണം. ആ സൊല്യൂഷൻ ഐദർ ഓർ ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത്. ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നു, യുവർ സയൻസ് ടീച്ചർ ഈസ് ഓൺ ലീവ്. നിങ്ങളുടെ സയൻസ് ടീച്ചർ ലീവാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വി മേ ഐദർ സിറ്റ് ഇൻ ദ ക്ലാസ് ആൻഡ് റീഡ്. ഒന്നില്ലെങ്കിൽ ക്ലാസ്സിലിരുന്ന് വായിക്കാം, ഓർ ഗോ ടു ദ ലൈബ്രറി, അല്ലെങ്കിൽ ലൈബ്രറിയിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം തരുന്നു, അതിൻ്റെ സൊല്യൂഷൻ 2 ചോയ്സസ് കൊടുത്തുകൊണ്ട് ഐദർ ഓർ ഉപയോഗിച്ച് നിങ്ങളോട് സ്വയം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കൂ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എ ബിൽഡിംഗ് ക്യാച്ചസ് ഫയർ. ഒരു ബിൽഡിംഗ് കത്ത് പിടിക്കുക അല്ലെങ്കിൽ തീ പിടിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്? വി മേ വെക്കാം, അല്ലെങ്കിൽ യു മേ, എന്ത് വേണമെങ്കിലും വെക്കാം. വി മേ ഐദർ കോൾ ദ ഫയർ ഫോഴ്സ് ഓർ എസ്കേപ്പ് ഫ്രം ദ പ്ലേസ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഫയർഫോഴ്സിനെയൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ വി ക്യാൻ ഹെൽപ്പ് എക്സ്റ്റിങ്വിഷ് ദ ഫയർ, അല്ലെങ്കിൽ നമുക്ക് ആ ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 2 ചോയ്സസ് വന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അവിടെ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു മേ ഐദർ ആസ്ക് യുവർ മദർ ഓർ യുവർ ടീച്ചർ. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോട് ചോദിക്കാം, അല്ലെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. അങ്ങനെ ചെയ്യാം. ഓക്കെ. യു ഡോണ്ട് ഹാവ് എ പെൻ. നിങ്ങളുടെ കയ്യിൽ എഴുതാൻ ഒരു പേനയില്ല. 2 ചോയ്സസ് എന്താണ്? ഒന്നില്ലെങ്കിൽ ആരെയും കടം മേടിക്കണം, അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കാം. അതല്ലേ 2 ചോയ്സസ് ഉള്ളത്. അപ്പം എങ്ങനെ എഴുതാം? യു മേ ഐദർ ബോറോ എ പെൻ ഓർ ബൈ എ ന്യൂ വൺ. ഒന്നില്ലെങ്കിൽ ഒന്ന് കടം വാങ്ങിക്കുക, അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കുക. 2 ചോയ്സസ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇതെങ്ങനെ എഴുതുന്നതെന്ന്? യു ആർ എലോൺ അറ്റ് ഹോം. നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്. 2 ചോയ്സസ് എന്താണ്? യു മേ ഐദർ
വാച്ച് എ ടി വി, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ടി വി കാണാം, ഓർ ഗോ ഔട്ട്സൈഡ്, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാം. അല്ലേ? അപ്പോൾ ഇത് ടീച്ചർ കുറച്ച് എക്സാമ്പിളുകൾ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്കിത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടേതായ രീതിയിൽ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ എഴുതാം. അപ്പോൾ ഐദർ ഉപയോഗം മനസ്സിലായോ? ശരി. ഇനി അടുത്ത ഒരു ഗ്രാമാറ്റിക്കൽ ഐറ്റം എന്ന് പറയുന്നത് ആസ് വെൽ ആസ് ആണ്. ഒരുപാട് ഗ്രാമർ ഐറ്റംസ് ആയി നമ്മൾ ഈ യൂണിറ്റിൽ കവർ ചെയ്യുന്നു. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഐദർ ഓർ, നൗ, ആസ് വെൽ ആസ്. ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മൂന്നും എക്സാമ്പിളുകൾ ഉപയോഗിച്ച് ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ സാധാരണ 7th സ്റ്റാൻഡേർഡ് എക്സാമിനേഷന് 1-2 കൊല്ലങ്ങളിൽ ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആസ് വെൽ ആസും നോട്ട് ഓൺലി ബട്ട് ഓൾസോയും നമ്മുടെ പാരഗ്രാഫിൽ നിന്ന് ചോദ്യങ്ങൾ എടുത്തെഴുതാനുള്ള ഓപ്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത്തരത്തിലൊരു ചോദ്യത്തിൽ 2 സെൻറ്റൻസുകൾ തന്ന് കമ്പൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് 1-2 തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. USS എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഗ്രാമാറ്റിക്കൽ ഐറ്റംസ് പഠിച്ചിരിക്കണം. കണ്ടിന്യൂസ്ലി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ USS ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു വരാറുള്ളതാണ്. അതുകൊണ്ട് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ക്ലാസ്സുകൾ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനോട് ഒരു വോയിസ് മെസ്സേജ് അയക്കാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഗൈഡൻസും കൂടുതൽ എക്സാമ്പിൾസും നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഇവിടെ ആസ് വെൽ ആസ് ആണ് നമ്മളത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ നന്നായിട്ട് ക്ലാസ് കണ്ട് മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് ആസ് വെൽ ആസ് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കും. പക്ഷെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ക്ലാസ് കേൾക്കാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉള്ളതുപോലെ തോന്നും. കാരണം നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഞാൻ പറഞ്ഞപ്പോൾ ഒരു 3 കാറ്റഗറി 3 സെറ്റ് എക്സാമ്പിളുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പഠിപ്പിച്ചത്. ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? ആദ്യത്തെ സബ്ജക്റ്റുകൾ ഒരുപോലെ വരുമ്പോൾ, 2 സബ്ജക്റ്റുകളും ഒരുപോലെ വരുമ്പോൾ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ സബ്ജക്റ്റുകൾ ഡിഫറെൻ്റ് ആണ്, 2ഉം സിംഗുലർ ആണ് അല്ലെങ്കിൽ 2ഉം പ്ലൂരൽ ആണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കമ്പൈൻ ചെയ്യുക. അതിനുശേഷം സബ്ജക്റ്റുകൾ ഡിഫറെൻ്റ് ആണ്, അതിലൊന്ന് സിംഗുലർ ഒന്ന് പ്ലൂരൽ. ഇങ്ങനെ 3 കാറ്റഗറിയിൽ നമ്മൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതേ 3 കാറ്റഗറി ആസ് വെൽ ആസിലും വരുന്നുണ്ട്. ചെറിയ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. നോട്ട് ഓൺലി ബട്ട് ഓൾസോയിൽ 2 സബ്ജക്റ്റുകൾ ഡിഫറെൻ്റ് ആകുമ്പോൾ അതിലൊന്ന് സിംഗുലറും ഒന്ന് പ്ലൂരലും ആകുമ്പോൾ വെർബ് ഏതിനെയാണ് അനുസരിക്കുക എന്ന് പറഞ്ഞത്? രണ്ടാമതായി ഉപയോഗിക്കുന്ന സബ്ജക്റ്റിനെയാണ് കമ്പൈൻ ചെയ്യുമ്പോൾ വെർബ് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ആ പ്രീവിയസ് ക്ലാസ് നിങ്ങളൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒരു ടീച്ചർ പറഞ്ഞിരുന്നു, 2 സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ അതിൽ 2 സബ്ജക്റ്റുകൾ ഡിഫറെൻ്റ് ആണ്, ഒന്ന് സിംഗുലറും ഒന്ന് പ്ലൂരലും ആണ് ആയി വരുന്ന കണ്ടീഷണലിൽ നമ്മൾ ഏതിനെയാണ് പ്രാമുഖ്യം കൊടുക്കുക? രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ വെർബ് ഉപയോഗിക്കുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നേരെ ഓപ്പോസിറ്റ് ആണ് ആസ് വെൽ ആസ് നമ്മൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് 2 സബ്ജക്റ്റുകൾ വരുന്നു, അതിൽ ഒന്ന് സിംഗുലറും ഒന്ന് പ്ലൂരലും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സബ്ജക്റ്റിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അത് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. ഒന്നാമത്തെ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർബും പ്ലൂരൽ ആയിരിക്കും. നോട്ട് ഓൺലി ബട്ട് ഓൾസോയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ആസ് വെൽ ആസ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എക്സാമ്പിളുകളിലേക്ക് പോവാം. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. Trees give us firewood to burn. They also give us fruits to eat. 2 സെന്റൻസുകൾ തന്നാൽ ആദ്യം എന്ത് നോക്കണമെന്ന് പറഞ്ഞു? അതിലെ സബ്ജക്റ്റുകൾ സെയിം ആണോ എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ട്രീസ്. അവിടെയോ? ദേ. സബ്ജക്റ്റുകൾ സെയിം ആണ് അല്ലേ? ഈ ട്രീസിനെ തന്നെയല്ലേ ഈ ദേ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്? മരങ്ങൾ നമുക്ക് കത്തിക്കാനുള്ള വിറക് തരുന്നു, അവർ തന്നെ നമുക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സും തരുന്നു. അപ്പൊ 2ലെയും സബ്ജക്റ്റ് ഒന്ന് തന്നെയാണ്. ഇതിൽ നൗണായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു, ഇതിൽ പ്രോനൗൺ ഉപയോഗിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഈ ട്രീസിനെ തന്നെയാണ് ഇവിടെ ദേ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ സബ്ജക്റ്റ് സെയിം ആണ്, 2ഉം പ്ലൂരലാണ് അല്ലേ? അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യത്തെ സെന്റൻസ് അതേപോലെ എഴുതുക. അതിനുശേഷം എവിടെയാണോ വ്യത്യാസമുള്ളത് അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ആണെങ്കിലും ആസ് വെൽ ആസ് ആണെങ്കിലും ഉപയോഗിക്കുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ആസ് വെൽ ആസും അങ്ങനെ തന്നെയാണ്. എവിടെയാണോ വ്യത്യാസമുള്ളത് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആസ് വെൽ ആസ് യൂസ് ചെയ്യുക. ഇവിടെ സബ്ജക്റ്റുകൾ സെയിം ആയതുകൊണ്ട് അവിടെയല്ല വ്യത്യാസം, അത് ചെയ്യുന്ന കാര്യങ്ങളിലാണ് വ്യത്യാസം അല്ലെ? അപ്പോൾ മരങ്ങൾ നമുക്ക് ഫയർവുഡ് തരുക മാത്രമല്ല, ഫയർവുഡും തരുന്നു, അതുപോലെ
ഫ്രൂട്ട്സും തരുന്നു. നോട്ട് ഓൺലി ബട്ട് ഓൾസോ അർത്ഥം എന്തായിരുന്നു? അതുമാത്രമല്ല ഇതും, അല്ലേ? ആസ് വെൽ ആസിന് ആൻഡിന്റെ അതേ അർത്ഥമാണുള്ളത്. ആൻഡ് എന്ന് പറയുന്ന നമ്മൾ അറിയില്ല, ഇതിനെ കൺജങ്ഷന് അല്ലെങ്കിൽ ആൻഡും എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കുക. അതേ അർത്ഥത്തിൽ തന്നെയാണ് ആസ് വെൽ ആസും നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്ങനെ വരും, മാറ്റം വരും നമുക്ക് നോക്കാം. ട്രീസ് ഗിവ് us firewood to burn. ആദ്യത്തെ സെന്റൻസ് ഒരു മാറ്റവും ഇല്ലാതെ എഴുതിയിരിക്കുന്നു, ആസ് വെൽ ആസ്. ഇനി രണ്ടാമത്തെ സെന്റൻസിലെ they also give us എന്നുള്ളത് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കണോ? വേണ്ട. എന്തുമാത്രം ഉപയോഗിച്ചാൽ മതിയാവും? ഫ്രൂട്ട്സ് ടു ഈറ്റ്. The trees give us firewood to burn as well as fruits to eat. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്റ്റുകൾ ആദ്യം സെയിം ആണോ എന്ന് നോക്കുക. അത് രണ്ടിലും കോമൺ ആയിട്ടുള്ളതിനെ ആദ്യം പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിനെ പുറത്തേക്ക് എടുത്തു, ട്രീസ് ഗിവ് us, അല്ലേ? അത് അവിടെയും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒഴിവാക്കണം. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു സെന്റൻസിൽ ഒരു തവണയെ നമ്മൾ സബ്ജക്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലേ? ഒരു സബ്ജക്റ്റും ഒരു വെർബുമാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ട്രീസ് ഗിവ് us firewood to burn as well as fruits to eat. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ സെന്റൻസിലേക്ക് പോവാം. ഷീ ഈസ് ഗ്രീഡി, ഷീ ഈസ് ഡിസോണസ്റ്റ്. അവൾ വളരെ അത്യാഗ്രഹിയാണ്, അവൾ സത്യസന്ധത ഇല്ലാത്തതാണ്. രണ്ടും ഒരാളെ കുറിച്ചാണ് പറയുന്നത്. സബ്ജക്റ്റ് സെയിം ആണ്, രണ്ട് സബ്ജക്റ്റും സിംഗുലർ ആണ്, അല്ലേ? അപ്പൊ എവിടെയാണ് വ്യത്യാസമുള്ളത്? അവർ ചെയ്യുന്ന കാര്യം, അവരുടെ സ്വഭാവങ്ങളിലാണ് വ്യത്യാസമുള്ളത്, അല്ലേ? അപ്പൊ അവിടെയാണ് ആസ് വെൽ ആസ് വെക്കേണ്ടത്. ഷീ ഈസ് ഗ്രീഡി, ഒന്നാമത്തെ സെന്റൻസ് അതേപോലെ തന്നെ എഴുതുന്നു, ആസ് വെൽ ആസ് ഡിസോണസ്റ്റ്. വീണ്ടും ഷീ ഈസ് എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു തവണ നമ്മൾ സബ്ജക്റ്റും ഓക്സിലിയറി വെർബും ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് രണ്ടാമത്തെ സെന്റൻസിൽ വരുന്ന സബ്ജക്റ്റും ഓക്സിലിയറി വെർബും നമ്മൾ ഒഴിവാക്കാറാണ് പതിവ്, അല്ലേ? അപ്പൊ എങ്ങനെ വരും? ഷീ ഈസ് ഗ്രീഡി ആസ് വെൽ ആസ് ഡിസോണസ്റ്റ്. മനസ്സിലായോ? ഈ രണ്ട് സെന്റൻസുകളും സബ്ജക്റ്റുകൾ ഒരുപോലെ ആയാൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മൾ പഠിച്ചത്. മൂന്നാമത്തെ സെന്റൻസ് നോക്കൂ. The cow gives us milk, the goat gives us milk. പശു നമുക്ക് പാല് തരുന്നു. പിന്നെ ആരാ തരുന്നത്? ആടും നമുക്ക് പാൽ തരുന്നു. പാല് തരുന്നു എന്നുള്ളത് മാത്രമാണ് സെയിം, പക്ഷെ തരുന്ന ആൾക്കാർ വ്യത്യാസമാണ്, അല്ലെ? സബ്ജക്റ്റ് വ്യത്യാസമാണ് ഇതിൽ. അപ്പോൾ എവിടെയാണോ വ്യത്യാസം അതിനിടയ്ക്കാണ് വെക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ സബ്ജക്റ്റുകളുടെ ഇടയിലാണ് വ്യത്യാസമുള്ളത്. അപ്പൊ അവരുടെ ഇടയിലാണ് നമ്മൾ എന്ത് വെക്കേണ്ടത്? ആസ് വെൽ ആസ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടും സിംഗുലർ ആണോ രണ്ടും പ്ലൂരൽ ആണോ എന്ന് കൂടി ശ്രദ്ധിക്കണം. ദ കൗ സിംഗുലർ ആണ്, അല്ലെ? ദ ഗോട്ട് സിംഗുലർ ആണ്. അപ്പൊ രണ്ടും സിംഗുലർ ആണ്. അതുകൊണ്ട് നമുക്ക് വെർബിന്റെ കാര്യത്തിൽ പ്രശ്നമില്ല, സിംഗുലർ തന്നെ ഉപയോഗിച്ചാൽ മതിയാവും. അത് നമുക്ക് ഗിവ്സ് എന്ന് പറഞ്ഞ സിംഗുലർ ആയിട്ടുള്ള വെർബ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെ വരും? ദ കൗ ആസ് വെൽ ആസ് ഗോട്ട്. വ്യത്യാസമുള്ളത് എവിടെയോ അതിന്റെ നടുക്കാണ് നമ്മൾ ആസ് വെൽ ആസ് വെക്കുക. ഇവിടെ സബ്ജക്റ്റുകൾ തമ്മിലാണ് വ്യത്യാസമുള്ളത്, അതുകൊണ്ട് അതിന്റെ നടുക്ക് നമ്മൾ ആസ് വെൽ ആസ് വെക്കുന്നു. ദ കൗ ആസ് വെൽ ആസ് ഗോട്ട്. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള വെർബ് എഴുതണം. gives us milk. ഇത് രണ്ടിലും കോമൺ അല്ലേ? അതങ്ങനെ എടുത്തെഴുതുന്നു. അപ്പൊ രണ്ടും സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വെർബ് ഉപയോഗിച്ചു. ഇനി രണ്ടും പ്ലൂരൽ ആണെങ്കിൽ പ്ലൂരൽ വെർബ് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. വേണു ഈസ് ഗിൽറ്റി, ഹിസ് ഫ്രണ്ട്സ് ആർ ഗിൽറ്റി. വേണു കുറ്റവാളിയാണ്, അവന്റെ കൂട്ടുകാരും കുറ്റവാളികളാണ്. സബ്ജക്റ്റുകൾ വ്യത്യാസമാണ് നമുക്ക് മനസ്സിലായി. ഒരെണ്ണത്തിൽ വേണുവാണ്, മറ്റതിൽ ഹിസ് ഫ്രണ്ട്സ് ആണ്. മറ്റൊരു പ്രത്യേകത, വേണു സിംഗുലറും ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പ്ലൂരലുമാണ്. ഒരെണ്ണം സിംഗുലറും ഒരെണ്ണം പ്ലൂരലുമാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞു? വെർബ് ഒരു തവണ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ വെർബ് ഏത് സബ്ജക്റ്റിനെ അനുസരിക്കുന്നു പറഞ്ഞു? ആസ് വെൽ ആസിൽ ആദ്യത്തെ സബ്ജക്റ്റിനെയാണ് ഉപയോഗിക്കുക. നോട്ട് ഓൺലി ബട്ട് ഓൾസോയിലോ രണ്ടാമത് വരുന്നതിലാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലെ? അപ്പൊ എങ്ങനെ വരും? വേണു ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ്. വ്യത്യാസം എവിടെയുണ്ടോ അതിന്റെ നടുക്ക് നമ്മളത് വെക്കുന്നു, അല്ലെ? വെർബിന്റെ കാര്യത്തിലാണ് ടീച്ചർ ഈ നിയമം പറഞ്ഞത്. അപ്പൊ വേണു ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ്. ആറും ഉണ്ട് ഈസും ഉണ്ട്. രണ്ട് വെർബുകൾ ഉണ്ട് ഇവിടെ. ഈസ് വെക്കണോ ആറ് വെക്കണോ? നമ്മൾ ആദ്യത്തെയാണ് വെക്കാന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? അപ്പൊ എങ്ങനെയാ വരിക? വേണു ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഈസ് ഗിൽറ്റി. മനസ്സിലായോ? അപ്പൊ ഇതേ സെന്റൻസ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ച് എഴുതിയാൽ എങ്ങനെയുണ്ടാവും? എങ്ങനെയാ വരിക? നോട്ട് ഓൺലി വേണു ബട്ട് ഓൾസോ ഹിസ് ഫ്രണ്ട്സ് ആർ ഗിൽറ്റി. അങ്ങനെയല്ലേ ഉപയോഗിക്കുക. കാരണം നോട്ട് ഓൺലി ബട്ട് ഓൾസോയില്
നമ്മൾ രണ്ടാമത്തെ സബ്ജക്റ്റിന്റെ വെർബിനെയാണ് അംഗീകരിക്കുക നമ്മൾ പറഞ്ഞിരുന്നു. ഇതേ സെന്റൻസിനെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ എഴുതിയപ്പോൾ അങ്ങനെയാണ് വരിക. അപ്പോൾ ഇതാണ് ഈ 3 നിയമങ്ങളും ടീച്ചർ എക്സാമ്പിളുകളിലൂടെ പറഞ്ഞു. നോട്ട് ഓൺലി ബട്ട് ഓൾസോയുടെ പോലെ തന്നെ ഒരൊറ്റ കാര്യത്തിലെ വ്യത്യാസമുള്ളൂ. സബ്ജക്റ്റ് സിംഗുലറും പ്ലൂരലും ആവുമ്പോൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോയിൽ രണ്ടാമത്തെ സബ്ജക്റ്റിനെ അനുസരിക്കുമ്പോൾ ആസ് വെൽ ആസിൽ ഒന്നാമത്തെ സബ്ജക്റ്റിനെയാണ് അനുസരിക്കുക. വളരെ കൃത്യമായി നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. US സ്റ്റുഡൻസ് വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ് കാണണം. റിപ്പീറ്റ് ചെയ്ത് കാണണമെങ്കിൽ കാണണം. കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റികളിലേക്ക് പോവാം. സോ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. അതിൽ ആക്ടിവിറ്റി നമ്പർ 9. Look at the sentence from the passage The Story of Messages. The riders of the Pony Express were chosen for their lightweight as well as their riding ability. അല്ലേ? അപ്പോൾ അവിടെ വ്യത്യാസമുള്ളത് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ്, സബ്ജക്റ്റിന് വ്യത്യാസമില്ല. അപ്പോൾ ദ റൈഡേഴ്സ് ഓഫ് ദ പോണി എക്സ്പ്രസ്, ആ റൈഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് for their lightweight as well as their riding ability. The above sentence is rather lengthy. That is split into 2. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. The riders of the Pony Express were chosen for their lightweight. They were also chosen for their riding ability. 2 സെന്റൻസുകൾ തന്നിരിക്കുന്നു. നമുക്ക് യോജിപ്പിക്കാൻ അറിയാം. സബ്ജക്റ്റുകൾ നോക്കൂ. The riders of the Pony Express ആണ് ആദ്യത്തെ സെന്റൻസിലെ സബ്ജക്റ്റ്. രണ്ടാമത്തെയോ they. ആ റൈഡേഴ്സിനെ തന്നെയല്ലേ ദേ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ സബ്ജക്റ്റ് സെയിം ആണ് അല്ലേ? അപ്പൊ എങ്ങനെ എഴുതണം? ഉത്തരമായിട്ട് മുകളിൽ തന്നിട്ടുണ്ട്. ദ റൈഡേഴ്സ് ഓഫ് ദ പോണി എക്സ്പ്രസ് were chosen for their lightweight as well as, ആദ്യത്തെ സെന്റൻസ് നമ്മൾ അതേപോലെ എഴുതും അല്ലേ? as well as ഇനി their riding ability. ആദ്യത്തെ ആ സെന്റൻസും ആദ്യത്തെ സബ്ജക്റ്റും വെർബും ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം എഴുതും അല്ലേ? ശരി, അടുത്ത എക്സാമ്പിൾ നോക്കൂ. Look at the words given in the bubble. So using these words, make as many sentences as possible about what you and your friends can do. Use as well as in your sentence. അപ്പോൾ താഴെ ഇവിടെ ഒരുപാട് ബബിളുകൾ തന്നിട്ടുണ്ട് അല്ലേ? അവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഈ ബബിളിലെ കാര്യങ്ങൾ ഹിൻസ് ഉപയോഗിച്ച് സെന്റൻസുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നു. മൈ ഫ്രണ്ട് ബേബി ക്യാൻ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ ആസ് പെയിന്റ് പോർട്രേറ്റ്. കണ്ടോ? അപ്പോൾ ഈ ബബിളിലെ 2 കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എഴുതാം, ഐ ക്യാൻ വെച്ച് എഴുതാം. മൈ ഫ്രണ്ട് മാത്രമല്ല, നമുക്കും സാധിക്കില്ലോ. ഐ ക്യാൻ ഡ്രൈവ് എ കാർ ആസ് വെൽ ആസ് പ്ലേ ക്രിക്കറ്റ്. അപ്പൊ ആദ്യത്തെ ആ ഒരു 2 ബബിൾ ഉപയോഗിച്ച് ടീച്ചർ എഴുതിയതാണത്. അതുപോലെ നിങ്ങൾക്ക് എഴുതിക്കൂടെ? വേറെ എന്തൊക്കെ എഴുതാം? ഐ ക്യാൻ ടെൽ ജോക്സ് ആസ് വെൽ ആസ് റൈഡ് എ ബൈക്ക് അല്ലേ? അപ്പൊ അതുപോലെ ഒരു 4-5 സെന്റൻസുകൾ നിങ്ങൾ സ്വന്തമായി ആസ് വെൽ ആസ് ഉപയോഗിച്ച് എഴുതാം. ഇനി തൊട്ട് താഴെയുള്ള ആക്ടിവിറ്റികൾ നോക്കാം. എക്സാമിൻ ദ ഫോളോയിങ് സെന്റൻസ്. The teachers as well as the headmaster are members of the club. You may notice that the verb agrees the first subject. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. വെർബ് എഗ്രി ചെയ്യുന്നത് ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ്. എപ്പോ? 2 സബ്ജക്റ്റുകൾ, ഒന്ന് സിംഗുലറും ഒന്ന് പ്ലൂരലും ആവുമ്പോൾ. The moon as well as the stars gives us light. നമ്മളെ നോട്ട് ഓൺലി ബട്ട് ഓൾസോയിൽ ചർച്ച ചെയ്ത അതേ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് ക്ലാസ്.